നമസ്കാരം. മിഡിൽ ടവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മക്കയിലെ ഹറം പള്ളിയിലേക്ക് കാർ ഇടിച്ചു കയറിയ സംഭവത്തിൽ ഡ്രൈവറെ പ്രോസിക്യൂഷന് കൈമാറി. സൗദിയിൽ നാളെ മുതൽ വിദേശ ഉംറ തീർത്ഥാടകരെത്തും. 10 ദിവസം രാജ്യത്ത് തങ്ങാം. ആഴ്ചയിൽ 10,000 പേർക്ക് പ്രവേശനം. ദുബൈയിൽ വൻ വികസന പദ്ധതികൾ. 200 കോടി ദിർഹം ചെലവഴിച്ച ബീച്ച് വികസനത്തിന് ഊന്നൽ. ഹരിതവനങ്ങളും പൂന്തോട്ടങ്ങളും നിർമ്മിക്കും. സൈക്ലിംഗ് പാതകളും നീന്തൽ സ്ഥലങ്ങളും റണ്ണിംഗ് ട്രാക്കുകളും പദ്ധതിയിൽ. നിർമ്മാണം 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. ഗൾഫിൽ 31 കോവിഡ് മരണം കൂടി. ഇന്ന് 2529 കേസുകൾ. വാക്സിൻ എത്തുന്നതുവരെ ശീർഷക്കടകൾക്ക് അനുമതിയില്ലെന്ന് കുവൈത്ത്. 50 വയസ്സിന് മുകളിലുള്ളവർ പകർച്ചപ്പനി പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കണമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ഖത്തറിൽ നവംബർ മാസം എണ്ണവില കുറയും. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് 5 ദിർഹം വീതം കുറയും. ഒക്ടോബറിൽ ഇന്ധനവിലയിൽ രേഖപ്പെടുത്തിയത് 5 ദിർഹമിന്റെ വർധന. മക്കയിലെ കഅബ ഉൾക്കൊള്ളുന്ന ഹറം പള്ളിയിലേക്ക് കാർ ഇടിച്ചു കയറിയ സംഭവത്തിൽ ഡ്രൈവറെ പ്രോസിക്യൂഷന് കൈമാറി. ഇന്നലെ രാത്രി 10:30-ക്കാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഹറമിന്റെ വാതിലും ബാരിക്കേഡുകളും തകർന്നിരുന്നു. ഇന്നലെ രാത്രി 10:30 മണിക്കാണ് സംഭവം. മക്കയിലെ ഹറമിന്റെ തെക്ക് ഭാഗത്തുകൂടി അതിവേഗത്തിൽ പാഞ്ഞ കാർ നിയന്ത്രണം വിട്ട് ഹറമിന് നേരെയെത്തി. 2 ബാരിക്കേഡുകൾ തകർത്ത് ഹറമിന്റെ വാതിലിൽ ഇടിച്ചു നിന്നു. സൗദി പൗരൻ ഓടിച്ച കാറാണ് നിയന്ത്രണം വിട്ട് ഹറമിന്റെ വാതിലിൽ ഇടിച്ചു നിന്നത്. മാനസിക വിഭ്രാന്തിയുള്ള ഇയാളെ അറസ്റ്റ് ചെയ്തതായി മക്ക പോലീസ് അറിയിച്ചു. കോവിഡ് കാരണം ഹറമിൽ നിയന്ത്രണമുള്ളതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വിന്യാസമുള്ള മേഖല കൂടിയാണ് മക്കയിലെ ഹറം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിൽ നാളെ മുതൽ വിദേശ ഉംറ തീർത്ഥാടകരെത്തി തുടങ്ങും. ആഴ്ചയിൽ 10,000 തീർത്ഥാടകർ വീതമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുക. 10 ദിവസമാണ് തീർത്ഥാടകർക്ക് സൗദിയിൽ തങ്ങാനാവുക എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഉംറ തീർത്ഥാടനത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും നാളെ മുതൽ മക്കയിലെത്തും. ഇതിനായുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രതിദിനം 20,000 തീർത്ഥാടകരാണ് നാളെ മുതൽ ഉംറ നിർവഹിക്കുക. ഇതിൽ ആഴ്ചയിൽ 10,000-ഓളം തീർത്ഥാടകർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരായിരിക്കും. 60,000 പേർക്ക് മക്കയിലെ ഹറം പള്ളിയിൽ നമസ്കരിക്കുവാനും നാളെ മുതൽ അനുമതിയുണ്ട്. വിദേശത്ത് നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആദ്യം 3 ദിവസം ക്വാറന്റൈനിൽ കഴിയുവാനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഉംറ കമ്പനികൾ പൂർത്തിയാക്കി. 3ാം ഘട്ട തീർത്ഥാടനത്തിനുള്ള ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിലേക്കാണ് ഇപ്പോൾ ബുക്കിംഗ് അനുവദിക്കുന്നത്. ജനുവരി മുതൽ അന്തർദേശീയ വിമാന സർവീസുകൾ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കും. ഇക്കാര്യം അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കോവിഡ് കാലത്തും ലോകത്തെ ഞെട്ടിക്കുന്ന വികസനവുമായി ദുബായ് മുന്നോട്ട്. 1 ഡസൻ ബീച്ചുകളുടെ നിർമ്മാണം ഉൾപ്പെടെ 200 കോടി ദിർഹമിന്റെ നഗരവികസന പദ്ധതികൾ ദുബായ് അധികൃതർ പ്രഖ്യാപിച്ചു. പ്രകൃതി സംരക്ഷണം കൂടി ലക്ഷ്യമിട്ട് ഹരിതവനങ്ങളും പൂന്തോട്ടങ്ങളും നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. സൈക്ലിംഗ് പാതകൾ, നീന്തൽ സ്ഥലങ്ങൾ, റണ്ണിംഗ് ട്രാക്കുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി. മംസാർ ബീച്ചിൽ നിന്ന് ഉമ്മുസുക്കീം 2 വരെ 12 കിലോമീറ്റർ നീളത്തിലാണ് ബീച്ചിന്റെ വികസനം. 10 ലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതായിരിക്കും ബീച്ച്. ഇതിനു മാത്രം 500 ദശലക്ഷം ദിർഹം ചെലവ് പ്രതീക്ഷിക്കുന്നു. 3 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തീകരിക്കും. 100 ദശലക്ഷം ദിർഹമിന്റെ വികസനമാണ് റാസൽ ഖോർ വന്യജീവി സങ്കേതത്തിൽ ലക്ഷ്യമിടുന്നത്. സങ്കേതത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയും ജൈവ വൈവിധ്യവും കാത്തുസൂക്ഷിച്ചായിരിക്കും നവീകരണ പ്രക്രിയ. അടുത്ത വർഷം ആരംഭിക്കുന്ന നഗരവികസന പദ്ധതികൾ 4 വർഷത്തിനകം പൂർത്തിയാക്കും. ഇതോടെ എമിറേറ്റിൽ 8 ദശലക്ഷം ചതുരശ്ര മീറ്റർ ഹരിത പ്രദേശങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടും. നിലവിൽ 425 കിലോമീറ്റർ സൈക്ലിംഗ് ട്രാക്കാണ് ദുബായ് നഗരത്തിലുള്ളത്. ഇത് 88 കിലോമീറ്റർ കൂടി വികസിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബീച്ച് പദ്ധതികൾക്കൊപ്പം സൈക്കിൾ ട്രാക്കുകൾ കൂടി നിർമ്മിക്കുന്നത്. മീഡിയ 1, ദുബായ്. ഖത്തറിൽ നവംബർ മാസം എണ്ണവില കുറയും. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് 5 ഖത്തർ ദിർഹം വീതമാണ് കുറയുക. ഒക്ടോബർ മാസത്തെ അപേക്ഷിച്ച് നേരിയ കുറവ് വരുത്തിയാണ് ഖത്തർ പെട്രോളിയം നവംബർ മാസത്തിലെ എണ്ണവില പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രീമിയം പെട്രോൾ, സൂപ്പർ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് 5 ഖത്തർ ദിർഹം വീതം വില കുറയും. ഒക്ടോബറിൽ 1 റിയാൽ 25 ദിർഹമായിരുന്നു പ്രീമിയം പെട്രോൾ ലിറ്ററിന്റെ നിരക്കെങ്കിൽ നവംബറിൽ ഇത് 1 റിയാൽ 20 ദിർഹമാകും. ഒക്ടോബറിൽ 1 റിയാൽ 30 ദിർഹം ഉണ്ടായിരുന്ന സൂപ്പർ പെട്രോളിന് 1 റിയാൽ 25 ദിർഹമാണ് പുതിയ വില.
ഡീസൽ ലിറ്ററിന് 1 റിയാൽ 15 ദിർഹമായിരുന്നു പഴയ നിരക്കെങ്കിൽ നവംബർ മാസത്തെ വില 1 റിയാൽ 10 ദിർഹമാണ്. സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് 5 ദിർഹമിന്റെ വർധനവാണ് പെട്രോൾ വിലയിൽ ഒക്ടോബർ മാസം രേഖപ്പെടുത്തിയിരുന്നത്. മീഡിയ 1 ദോഹ. സൗദി അഴിമതി വിരുദ്ധ അതോറിറ്റി പുതുതായി 120-ലധികം സാമ്പത്തിക അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി സർക്കാർ, അർദ്ധ സർക്കാർ ഓഫീസുകൾ, ഏജൻസികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളാണ് അന്വേഷിക്കുന്നത്. ഉന്നതർ ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായും അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. സൗദി അഴിമതി വിരുദ്ധ അതോറിറ്റി അഥവാ നസഹ അധികൃതരാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. സാമ്പത്തിക വഞ്ചന, കൈക്കൂലി, അഴിമതി എന്നീ വകുപ്പുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുതുതായി 123 കേസുകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ചിലതിൻ്റെ വിശദാംശങ്ങളും അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ജീവനക്കാരനെതിരായ അഴിമതി കേസിൽ പ്രതിക്കനുകൂലമായി പ്രവർത്തിച്ചതിനെ തുടർന്ന് നസഹ ജീവനക്കാർ ഉൾപ്പെടെ അഴിമതി വിരുദ്ധ അതോറിറ്റി ജീവനക്കാരെ തന്നെ അറസ്റ്റ് ചെയ്തതായി ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തി. മറ്റൊരു കേസിൽ നീതിന്യായ മന്ത്രാലയത്തിന് കീഴിൽ ക്രമരഹിതമായി 169 മില്യൺ റിയാലിൻ്റെ പ്രവൃത്തികൾ നടത്തിയതിന് ഒരു ന്യായാധിപൻ, മുൻ ഷൂറ കൗൺസിൽ അംഗം, ഗവർണറേറ്റിലെ മുൻ അണ്ടർ സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന സംഘത്തെയും അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിവരികയാണിപ്പോൾ. മറ്റൊരു കേസിൽ $400 മില്യൺ കൈപ്പറ്റിയതിന് ലഫ്റ്റനന്റ് ജനറൽ റാങ്കുള്ള മുൻ ഉദ്യോഗസ്ഥൻ, വിദേശ കരാർ കമ്പനി ഡയറക്ടർ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിലെ രേഖകൾ ചോർത്തിയതിന് സർവകലാശാല ഫാക്കൽറ്റി അംഗത്തെയും കോടതി ജീവനക്കാരനെയും മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂഷനിലെ കേസ് അവസാനിപ്പിക്കുന്നതിന് $5.3 ദശലക്ഷം കൈപ്പറ്റിയ പബ്ലിക് പ്രോസിക്യൂഷനിലെ 2 ജീവനക്കാർ ഉൾപ്പെടെ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്റ്റേറ്റ് സെക്യൂരിറ്റി വിഭാഗം, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യ മന്ത്രാലയം, നാഷണൽ വാട്ടർ കമ്പനി, പരിസ്ഥിതി ജല മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിൽ നിന്നും കേസുകൾ രജിസ്റ്റർ ചെയ്തവയിൽ ഉൾപ്പെടും. നൗഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. ഗൾഫിൽ 31 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 8435ആയി. സൗദിയിൽ 19 മരണം. കുവൈത്തിൽ 6, UAE 5, ബഹ്റൈനിൽ 1 കോവിഡ് ബാധിച്ചു മരിച്ചു. ഖത്തറിൽ പുതുതായി മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2529 പുതിയ കോവിഡ് കേസുകൾ. ഇതോടെ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 9,34,000 കവിഞ്ഞു. 3000-ലേറെ പേരാണ് രോഗമുക്തി നേടിയത്. രാജ്യത്ത് കോവിഡ് വാക്സിൻ എത്തുന്നതുവരെ ശീശക്കടകൾക്ക് അനുമതി നൽകില്ലെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. ശീശ സർവീസ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകൾ നൽകിയ അപേക്ഷയിലാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. കോവിഡിനെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുകയും വിജയകരമെന്ന് ഉറപ്പാക്കുകയും ചെയ്ത ശേഷം മാത്രം ശീശക്കടകൾക്ക് അനുമതി നൽകിയാൽ മതിയെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇളവുകളുടെ 4ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ കഫേകൾ തുറക്കാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ശീശ സർവീസിന് അനുമതി നൽകിയിരുന്നില്ല. 7 മാസത്തിലേറെയായി അടഞ്ഞുകിടക്കുന്നതിനാൽ വൻ വ്യാപാര നഷ്ടമാണെന്നാണ് ഉടമകളുടെ പരാതി. 2 തവണ ഉടമകൾ ആരോഗ്യ മന്ത്രാലയത്തെ പ്രതിഷേധം അറിയിച്ചിരുന്നു. സമൂഹത്തിന്റെ ആരോഗ്യമാണ് എല്ലാത്തിലും പ്രധാനമെന്ന് ചൂണ്ടിക്കാട്ടിയ ആരോഗ്യ മന്ത്രാലയം വൈറസ് വ്യാപനത്തിന് കാരണമാകുന്ന ഇളവുകൾ തൽക്കാലം നൽകേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. കോവിഡ് വാക്സിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ 3 കമ്പനികളുമായി കുവൈത്ത് ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ജനുവരിയോടെ മാത്രമേ ഇത് രാജ്യത്തെത്തൂ എന്നാണ് റിപ്പോർട്ടുകൾ. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിൽ 50 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായും പകർച്ചപ്പനി പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്തെ 70ഓളം ആരോഗ്യ കേന്ദ്രങ്ങളിലായി സൗജന്യ കുത്തിവയ്പ് ആരംഭിച്ചിട്ടുണ്ട്. പുതുതായി 213 പേർക്ക് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന പകർച്ചപ്പനി പ്രതിരോധ സൗജന്യ കുത്തിവയ്പ് ക്യാമ്പയിൻ ഖത്തറിൽ തുടരുന്നതിനിടെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ അറിയിപ്പ്. 6 മാസമായി കുഞ്ഞു മുതൽ ഏത് പ്രായത്തിലുള്ളവരും കുത്തിവയ്പ് എടുക്കേണ്ടതാണെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായും എത്രയും പെട്ടെന്ന് തന്നെ കുത്തിവയ്പ് സ്വീകരിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. 50 വയസ്സിന് മുകളിലുള്ളവർ പ്രതിരോധശേഷി താരതമ്യേന കുറയാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ 70ഓളം മെഡിക്കൽ കേന്ദ്രങ്ങളിൽ കുത്തിവയ്പ് സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനിടെ 213 പേർക്ക് കൂടി രാജ്യത്ത് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 179 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നപ്പോൾ 34 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവർ 1,32,556ആയി. 234 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ ആകെ രോഗമുക്തർ 1,29,583ആയി. 2,741 പേരാണ് രാജ്യത്ത് നിലവിൽ രോഗികളായുള്ളത്. എന്നാൽ പുതിയ മരണങ്ങളൊന്നും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കോവിഡിനെ തുടർന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. 9,368 പേരിലാണ് പുതുതായി രോഗനിർണയ പരിശോധനകൾ നടത്തിയത്. മീഡിയ 1, ദോഹ.
സൗദിയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5400 കവിഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം രോഗബാധിതരിൽ 96.13% പേരും സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഇതുവരെ 80 ലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് സൗദിയിൽ നടത്തിയത്. ഈ മാസം മാത്രം 15 ലക്ഷത്തിലധികം പേരിൽ കോവിഡ് പരിശോധനകൾ നടത്തി. ഇതിലൂടെ 12,000-ലധികം പേരിൽ കോവിഡ് സ്ഥിരീകരിച്ചുവെങ്കിലും 14,000-ലധികം പേർക്കും ഭേദമായിട്ടുണ്ട്. 634 പേർ ഈ മാസം മരിക്കുകയും ചെയ്തു. ഈ മാസത്തിന്റെ ആരംഭത്തിൽ 30-ൽ താഴെയായിരുന്നു പ്രതിദിന മരണനിരക്ക്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിക്കുന്നവരുടെ എണ്ണം 20-ന് താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ഈ മാസം തുടക്കത്തിൽ 10,000-ലധികം പേർ ചികിത്സയിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തേക്ക് അതിൽ 2,500-ലധികം പേരുടെ കുറവുണ്ടായി. 200-ലധികം പേർ ഈ മാസം അത്യാസന്ന നില തരണം ചെയ്തിട്ടുമുണ്ട്. ഇന്ന് 408 പുതിയ കേസുകളും 433 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. കൂടാതെ 19 പേരുടെ മരണവും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 3,47,282 രോഗമുക്തി 3,33,842 5,402 പേരാണ് സൗദിയിൽ ഇതുവരെ മരിച്ചത്. മീഡിയ 1 ജിദ്ദ. യുഎഇയിൽ 5 കോവിഡ് മരണം കൂടി. പുതുതായി 1,121 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം 1,295 പേർക്ക് രോഗമുക്തി ലഭിച്ചതായി യുഎഇ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 5 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ യുഎഇയിൽ കോവിഡ് ബാധിത മരണസംഖ്യ 495 ഉയർന്നു. രാജ്യത്ത് ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 1,32,629 ഇതിനകം രോഗം ഭേദമായവരുടെ എണ്ണമാകട്ടെ 1,28,902. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് കിംവദന്തികളും വ്യാജവാർത്തകളും പ്രചരിപ്പിക്കരുതെന്ന് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക വിവരങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. കോവിഡ് ചികിത്സയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളും അധികൃതർ നിഷേധിച്ചു. സർക്കാർ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെടാതെ വിവിധ വിറ്റാമിനുകൾ ഉപയോഗിക്കുന്നതും വിലക്കി. യുഎഇയിൽ ഇതുവരെ 12.9 ദശലക്ഷം പേർക്കാണ് കോവിഡ് പരിശോധന നടന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ദുബൈയിലും മറ്റും കർശന നിയമ നടപടികൾ തുടരുകയാണ്. എല്ലാവരും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം പ്രത്യേകം നിർദ്ദേശിച്ചു. മീഡിയ 1 ദുബൈ. കുവൈത്തിൽ കോവിഡ് മൂലം 6 പേർ കൂടി മരിച്ചു. ഇന്ന് 589 പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 660 പേർക്കും രോഗം ഭേദമായിട്ടുണ്ട്. 6 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 779 കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5,171 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതിൽ 589 പേരിൽ വൈറസ് ബാധ കണ്ടെത്തി. ഇതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണം 1,25,926 ഉയർന്നു. ഇന്ന് 660 പേർ രോഗമുക്തി നേടി. ഇതുവരെ 1,16,862 പേർക്കാണ് കോവിഡ് ഭേദമായത്. 8,285 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 110 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ 204 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇന്ന് ഒരു കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ ഒരു സ്വദേശി പൗരനാണ് ഇന്ന് മരിച്ചത്. ഇതോടെ രാജ്യത്തെ രോഗബാധയിൽ മരിച്ചവരുടെ ആകെ എണ്ണം 320 പുതുതായി രോഗം സ്ഥിരീകരിച്ച 204 പേരിൽ 40 പേരാണ് പ്രവാസികൾ. 156 പേർക്ക് സമ്പർക്കത്തിലൂടെയും 8 പേർക്ക് വിദേശ യാത്രയിൽ നിന്നും രോഗം പകർന്നു. 263 പേർ കൂടി പുതുതായി സുഖം പ്രാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആകെ 81,466 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യത്ത് 78,365 പേർക്കാണ് ഇതിനകം രോഗവിമുക്തി ലഭിച്ചത്. നിലവിൽ 2,781 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 19 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മീഡിയ 1 ബഹ്റൈൻ. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് തുണയായി നിന്നവരെ ആദരിക്കാൻ മീഡിയ 1 ഏർപ്പെടുത്തിയ ബ്രേവ് ഹാർട്ട് പുരസ്കാരം റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷന് കൈമാറി. അസോസിയേഷൻ ആസ്ഥാനത്ത് നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു അവാർഡ് വിതരണം. കോവിഡ് പ്രതിസന്ധി കാലത്തെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തിയത് മുൻനിർത്തി 100 കണക്കിന് ആളുകളാണ് റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷനെ ബ്രേവ് ഹാർട്ട് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത്. 100-ലധികം ചാർട്ടേഡ് വിമാനങ്ങൾ ഒരുക്കിയ ഏക പ്രവാസി കൂട്ടായ്മ എന്ന ബഹുമതിയും അസോസിയേഷന്റെ പ്രത്യേകതയാണ്. റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് SA സലീം, ജനറൽ സെക്രട്ടറി മധു, വൈസ് ചെയർമാൻ ഹസൈനാർ, ട്രഷറർ ഗോപകുമാർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. മറ്റു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യക്കാരെ സഹായിക്കുക എന്നുള്ളത് ഇന്ത്യൻ അസോസിയേഷൻ്റെയും ഞങ്ങളുടെ മറ്റ് സാമൂഹിക സംഘടന ഇൻഗാസ് തുടങ്ങിയ സംഘടനകളുടെ ഒരു ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ടിറങ്ങി
ഞങ്ങൾ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്നാണ് ഞങ്ങൾക്ക് ഇന്നുവരെയും തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ 102ഓളം ഫ്ലൈറ്റ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ, കേരളത്തിലേക്കല്ല, മറ്റ് സംഘടനകളൊക്കെ കേരളത്തിലേക്കായിരിക്കും, ഞങ്ങൾ ഇന്ത്യയുടെ എല്ലാ എയർപോർട്ടുകളിലേക്കും ഓപ്പറേറ്റ് ചെയ്തു. ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യക്കാരെ, അത് റാസൽ നിന്നും തന്നെയല്ല, ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും അലൈനിൽ നിന്നും ഫുജൈറയിൽ നിന്നും ഉള്ള എല്ലാ എമിറേറ്റ്സിലെയും ഇന്ത്യക്കാരെ ഞങ്ങൾ സഹായിച്ച് അവരെ അവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ അസോസിയേഷൻ കമ്മിറ്റി മെമ്പേഴ്സിന് പുറമെ ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാവരും സലീം സാറിൻ്റെ നേതൃത്വത്തിൽ പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻസ് അതൊരു റിയൽ മോട്ടിവേറ്റിംഗ് ഇൻസ്പയറിംഗ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അതാണ് ഇത്രയും ഇവിടെ പിന്നെ കോമ്പറ്റീഷനൊന്നുമില്ല, ഇവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും അറിഞ്ഞു ചെയ്യാൻ ഒരു ടീം കൂടെ ഉണ്ടായിരുന്നു. അവിടെ രാത്രിയോ പകലോ ഡ്യൂട്ടിയോ ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു. മീഡിയ വൺ ഗൾഫ് മാധ്യമം GCC ഡയറക്ടർ മുഹമ്മദ് സലീം അമ്പലൻ ട്രോഫി കൈമാറി. GCC ജനറൽ മാനേജർ ഷബീർ ബക്കർ പ്രശസ്തി പത്രം കൈമാറി. കോവിഡ് പ്രതിസന്ധി മൂലം ദുരിതത്തിലായവർക്കു വേണ്ട സഹായം ഉറപ്പാക്കാൻ നിലവിലും പ്രവർത്തന രംഗത്ത് സജീവമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി MC നാസർ സ്വാഗതവും ഷബീർ ബക്കർ നന്ദിയും പറഞ്ഞു. മീഡിയ വൺ റാസൽ ഖൈമ. മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന്റെ അറസ്റ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ദമാം മീഡിയ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പ്ലക്കാർഡുകളേന്തി പ്രതിഷേധിച്ചത്. ജനാധിപത്യ ഇന്ത്യയിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം വെല്ലുവിളികൾ നിറഞ്ഞതായി മാറിയെന്നതിന് തെളിവാണ് സിദ്ദീഖ് കാപ്പന്റെ അറസ്റ്റെന്ന് സംഗമം കുറ്റപ്പെടുത്തി. മീഡിയ ഫോറം ഭാരവാഹികൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഖത്തർ KMCC സംസ്ഥാന സ്പോർട്സ് വിഭാഗം സംഘടിപ്പിച്ച അഖിലേന്ത്യാ ബാഡ്മിന്റൺ ടൂർണമെന്റിന് സമാപനം. ഖത്തറിലെ 16 പ്രവാസി ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ ടീം സൂപ്പർ കിങ്സ് ജേതാക്കളായി. ഖത്തർ KMCC സംസ്ഥാന സ്പോർട്സ് വിഭാഗം നടത്തിവരുന്ന കായികോത്സവിന്റെ ഭാഗമായാണ് അഖിലേന്ത്യാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പുരുഷന്മാരുടെ ഡബിൾസ് വിഭാഗത്തിൽ മാത്രമായി നടന്ന മത്സരത്തിൽ ഖത്തറിലെ പ്രമുഖരായ 16 പ്രവാസി ടീമുകളാണ് അണിനിരന്നത്. അൽബക്ര ഗ്രീൻ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ആവേശകരമായ മത്സരങ്ങൾക്കൊടുക്കം ടീം സൂപ്പർ കിങ്സ് ജേതാക്കളായി. ദോഹയിലെ സ്കൂൾ വിദ്യാർത്ഥികളായ റെഹാൻ അർഷദ് തളിപ്പറമ്പ്, അർജുൻ ഷൈൻ തിരുവനന്തപുരം എന്നിവരാണ് ടീം സൂപ്പർ കിങ്സിൽ അണിനിരുന്നത്. മിഥുൻ ജോസ്, അജു ഇമാനുവൽ ജോഡി അണിനിരുന്ന ടീം യുണീക്ക് 2ാം സ്ഥാനത്തെത്തി. KMCC വടകര ടൗൺ ടീം മാസ്റ്റേഴ്സ് എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. ജേതാക്കൾക്കുള്ള 2000 ഖത്തർ റിയാൽ പ്രൈസ് മണിയും ട്രോഫിയും ഖത്തർ KMCC പ്രസിഡന്റ് SM ബഷീറും ഇന്ത്യൻ സ്പോർട്സ് സെന്റർ വൈസ് പ്രസിഡന്റ് ഷറഫ് P ഹമീദും ചേർന്ന് സമ്മാനിച്ചു. 2ാം സ്ഥാനക്കാർക്ക് 1000 ഖത്തർ റിയാൽ പ്രൈസ് മണിയും ട്രോഫിയുമാണ് സമ്മാനിച്ചത്. ബാഡ്മിന്റൺ അസോസിയേഷനിലെ പ്രമുഖരായ റഫറിമാർ ടൂർണമെന്റ് നിയന്ത്രിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടന്ന ടൂർണമെന്റിന് ഖത്തർ KMCC സ്പോർട്സ് വിംഗ് ചെയർമാൻ സിദ്ദീഖ് വാഴക്കാട്, കൺവീനർ ഇബ്രാഹിം പരിയാരം എന്നിവർ നേതൃത്വം നൽകി. മീഡിയ വൺ ദോഹ. ഇന്ത്യൻ വിഭവങ്ങളുടെ വിപുലമായ ശേഖരവുമായി സൗദിയിലെ റിയാദിൽ ജർജി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. മുറബ ലുലു അവന്യൂ മാളിലെ ഫുഡ് കോർട്ടിലാണ് പ്രവർത്തനം. ഇന്ത്യൻ, ചൈനീസ്, അറബ് വിഭവങ്ങളും ഇവിടെ ലഭിക്കും. രുചിക്കോട്ടുകളുടെ വൈവിധ്യമൊരുക്കിയാണ് ജർജി റെസ്റ്റോറന്റ് റിയാദിൽ തുറന്നത്. മുറബ ലുലു അവന്യൂ മാളിലെ ഫുഡ് കോർട്ടിലാണ് പ്രവർത്തനം. സൗദി പൗരപ്രമുഖനും സംരംഭകനുമായ മിഷാൽ നാദിർ അബ്ദുറഹ്മാൻ അൽ ഷെയ്ബാനി ഉദ്ഘാടനം നിർവഹിച്ചു. جميع الوجبات والأكلات بجميع الأصناف متوفرة لدى مطعم جرجير. يشرفنا حضوركم ويا أهلا وسهلا فيكم. അബ്ദുൽ സലാം, ഷെഫീഖ്, താജുദ്ദീൻ, ഫിറോസ് ഖാൻ, റാഷിദ് തങ്ങൾ, അബ്ദുൽ സമദ്, ലാലു വർക്കി, സലീം ഇഞ്ചക്കൽ തുടങ്ങി മാനേജ്മെന്റ് പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു. റിയാദ് അവന്യൂ മാൾ ഇന്ത്യക്കാരുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് നല്ല ഫുഡ് കൊടുക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ബ്രാഞ്ച് അടുത്ത് തന്നെ അൽഹസയിലും ദമാമിലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. പരമ്പരാഗത ഇന്ത്യൻ, ചൈനീസ്, അറബ് വിഭവങ്ങളുടെ കലവറയാണ് ജർജി റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ കേരള വിഭവങ്ങളും വിവിധ ദോശകളും ലഭ്യമാണ്. ഭക്ഷണം രുചിക്കുവാൻ വിപുലമായ സൗകര്യവും ഇവിടെയുണ്ട്. ആദ്യ ദിനം തന്നെ നിരവധി പേരാണ് ജർജിറിലേക്ക് എത്തിയത്. മീഡിയ വൺ റിയാദ്. സൗദി ജുബൈലിലെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് നിർമ്മിച്ച ഹ്രസ്വചിത്രം ലോക്ഡ് പുറത്തിറക്കുന്നു.
കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ഒറ്റപ്പെട്ടുപോയ മലയാളി കുടുംബത്തിന്റെ വ്യാകുലതകൾ പങ്കുവയ്ക്കുന്നതാണ് ചിത്രം. പൂർണ്ണമായും സൗദിയിൽ ചിത്രീകരിച്ച ചിത്രം അടുത്തയാഴ്ച റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. എനിക്കിത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സൗദി ജുബൈലിലെ ആർട്ടിസ്റ്റുകളെ അണിനിരത്തിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലോക്ക്ഡ് എന്ന പേരിൽ തയ്യാറാക്കിയ ചിത്രം കോവിഡ് മഹാമാരി അതിതീക്ഷ്ണമായ സമയത്ത് ഒറ്റപ്പെട്ടുപോയ പ്രവാസി കുടുംബത്തിൻ്റെ കഥയാണ് പങ്കുവെക്കുന്നത്. നവാഗതരും ചലച്ചിത്ര സീരിയൽ രംഗത്ത് പരിചിതരുമായ കലാകാരന്മാരുടെ കൂട്ടായ ശ്രമത്തിലാണ് ഹ്രസ്വചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പ്രവാസ ലോകത്ത് നടക്കുന്ന ഒരു സംഭവം, ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും ജുബൈലിൽ ചിത്രീകരിക്കുകയും ജുബൈലിലെ കലാകാരന്മാരെല്ലാം ഉൾപ്പെടുത്തി, പ്രവാസ ലോകത്തുള്ള ആളുകൾ ഉൾപ്പെടുത്തിയിട്ട്. ജുബൈലിൽ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന 2 പേരാണ് ചിത്രത്തിലെ പ്രധാന പെൺകഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതെന്നതും പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സൗദിയിൽ കുറച്ച് നാടകം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ഷോർട്ട് ഫിലിമിലേക്ക് എനിക്ക് ഒരു എൻട്രി വന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നവംബർ 6 റിലീസ്. ഒരു നല്ല ചാലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. സൗമ്യ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പം ഒറ്റയ്ക്ക് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഷാമിൽ അനക്കാട്ടിലാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ലോയി മീഡിയയാണ് ചിത്രം നിർമ്മിച്ചത്. സരിത ലിറ്റൺ, ബഷീർ വെട്ടുപാറ, ഡോക്ടർ നവ്യ വിനോദ്, ഷാമിൽ അനിക്കാട്ടിൽ, സൈഫുദ്ദീൻ, പവിത്ര സതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദമാം. വിടവാങ്ങിയ കായിക താരം സലാമിന്റെ ഓർമ്മ പുതുക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം നാടിനൊപ്പം ഗൾഫ് രാജ്യങ്ങളിലും നടന്നു. സലാമിന്റെ ജന്മദേശമായ ചേന്ദമംഗലൂരിലായിരുന്നു പുസ്തകത്തിന്റെ ആദ്യ പ്രകാശനം. സലാം ഫുട്ബോൾ എന്ന പേരിലുള്ള പുസ്തകമാണ് പുറത്തിറങ്ങിയത്. IM വിജയൻ ഉൾപ്പെടെ സലാമിനൊപ്പം കാൽപന്തുകളിയിൽ സജീവമായിരുന്ന കളിക്കാരും നിരവധി പ്രമുഖരുമാണ് വിടവാങ്ങിയ താരത്തെ പുസ്തകത്തിൽ അനുസ്മരിക്കുന്നത്. പുസ്തകത്തിൽ നിന്നുള്ള വരുമാനം ചേന്നമംഗലൂരിലെ ഫുട്ബോൾ മേഖലയിൽ തന്നെ ചെലവിടുമെന്ന് എഡിറ്റർ KT അബ്ദുറബ്ബ് പറഞ്ഞു. ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ചേന്നമംഗലൂരിലെ തന്നെ ഫുട്ബോൾ മേഖലയിൽ ചെലവഴിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അജ്മാനിലെ മുക്കത്ത മക്കാനിയിൽ പ്രത്യേക ചടങ്ങും ഇതിന്റെ ഭാഗമായി ഒരുക്കി. UAE ഫിഫ റഫറി മുഹമ്മദ് ഉമർ അലി അൽ സഈദി കേക്ക് മുറിച്ചു. കേരളവുമായി അടുത്ത ബന്ധമുള്ള മുഹമ്മദ് ഉമർ അലി അൽ സഈദി നേരത്തെ ഇന്ത്യയിലും നിരവധി ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ എത്തിയിരുന്നു. UAEക്ക് പുറമെ സൗദി അറേബ്യ, ഖത്തർ എന്നിവിടങ്ങളിലും സലാം ഫുട്ബോളിന്റെ പ്രകാശനം നടന്നു. അജ്മാൻ ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സംഷുസമാൻ, PM സാദിഖ്, മുഷ്താഖ്, സക്കീർ പട്ടശ്ശേരി, കബീർ പാലിയിൽ, ദിൽഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. മീഡിയ 1 അജ്മാൻ. ഹൃദയാഘാതത്തെ തുടർന്ന് ദമാമിൽ മലയാളി മരിച്ചു. വയനാട് അമ്പലവയൽ പടിഞ്ഞാറ്റിടത്ത കുറ്റിയിൽ വീട്ടിൽ ഉമ്മൻ തോമസാണ് മരിച്ചത്. വർഷങ്ങളായി അൽഖോബാറിൽ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നീറ്റ് പരീക്ഷയിൽ മികച്ച ജയം നേടിയ ഫാത്തിമ ഷഹാമയെ IMCC ദുബായ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആദരിച്ചു. കാസിം ഇരിക്കൂർ ഉപഹാരം കൈമാറി. ബഷീർ CH, T ഹാരിസ്, മുസ്തഫ ഹാജി തായ്ക്കണ്ടി, താജുദ്ദീൻ മട്ടന്നൂർ എന്നിവർ സംബന്ധിച്ചു. ഖത്തറിലെ കൊടുവള്ളി പ്രവാസികളുടെ കൂട്ടായ്മയായ KNRI ഏർപ്പെടുത്തിയ പ്രഥമ പ്രതിഭ അവാർഡ് അഡ്വക്കേറ്റ് PK സക്കരിയയ്ക്ക് സമ്മാനിച്ചു. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ കുഞ്ഞുമൂസ എന്ന സാമൂഹ്യ ആക്ഷേപഹാസ്യ പരിപാടിയിലെ അവതരണത്തിനാണ് പുരസ്കാരം. ദോഹയിൽ നടന്ന ചടങ്ങിൽ KNRI വൈസ് പ്രസിഡന്റ് VT ഫൈസൽ അവാർഡ് സമ്മാനിച്ചു. വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ മൂല്യച്യുതികൾക്കെതിരെയുള്ള ഇടപെടലുകളാണ് പരിപാടിയിലൂടെ നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് സക്കരിയ പറഞ്ഞു. വിദ്യാഭ്യാസ, സന്നദ്ധ സേവന മേഖലകളിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. അന്തരിച്ച മഹാകവി T ഉബൈദിന്റെ പേരിൽ ദുബായ് KMCC സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് ഏർപ്പെടുത്തുന്നു. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും മലയാള സാഹിത്യ രംഗത്തും മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തിയെയാണ് അവാർഡിനായി തെരഞ്ഞെടുക്കുക. ഡോക്ടർ MK മുനീർ MLA, T അബ്ദുള്ള യഹ്യ തളങ്കര, PP ശശീന്ദ്രൻ, ജലീൽ പട്ടാമ്പി തുടങ്ങിയവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിശ്ചയിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദമാം OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു. റസാഖ് തെക്കേപ്പുറം, ഷാനിദ് ആമ്പന്നൂർ, അസ്ലം ഫറൂഖ്, അബ്ദുള്ള നരിപ്പറ്റ എന്നിവർ നേതൃത്വം നൽകി.
ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനാചരണ ഭാഗമായി ഷാർജ ഇൻകാസ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. EP ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് YA റഹീം, ഷാജി ജോൺ, TA രവീന്ദ്രൻ, പുന്നക്കൻ, മുഹമ്മദ് അലി, അബ്ദുൽ മജീദ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. ലോക റെക്കോർഡിട്ട ദുബായ് ആഗോള ഗ്രാമത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇന്നലെ രാത്രി നടന്ന വെർച്വൽ സംഗീത കച്ചേരിയാണ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചത്. 80-ലേറെ രാജ്യങ്ങളിൽ നിന്ന് 2000-ലേറെ റോക്ക് ഗായകരാണ് കച്ചേരിയുടെ ഭാഗമായത്. ഇരുപത്തഞ്ചാം വാർഷികത്തിൽ 25 ലോക റെക്കോർഡുകളാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് ലക്ഷ്യമിടുന്നത്. ഒരു മെഡ്ലേ മ്യൂസിക്കിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വീഡിയോകൾ അണിനിരത്തിയാണ് ഇന്നലെ രാത്രിയിലെ റെക്കോർഡിട്ടത്. ഇതിനായി 83 രാജ്യങ്ങളിലെ 200-ലേറെ പട്ടണങ്ങളിൽ നിന്ന് 2000-ലേറെ ഗായകർ മ്യൂസിക് മെഡ്ലേയിലെത്തി. ഇനി ഓരോ ആഴ്ചയിലും ഓരോ റെക്കോർഡ് ശ്രമങ്ങൾ ആഗോള ഗ്രാമത്തിൽ അരങ്ങേറും. നബിദിന അവധിക്ക് പിന്നാലെയാണ് ഇന്നലെ പുതിയ സീസണിന്റെ ആദ്യ വാരാന്ത്യ അവധി കൂടിയെത്തിയത്. കോവിഡിനെ ഭയന്നു കഴിഞ്ഞിരുന്നവർ പലരും നിയന്ത്രണങ്ങളോടെ ആഗോള ഗ്രാമത്തിൽ സംഗമിച്ചു. എന്റർടൈൻമെന്റ് ഒക്കെ വീട്ടിന്റെ ഒരു സേഫ്റ്റിയിലിരുന്നായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സിനിമയാണെങ്കിലും ഗെയിംസ് ആണെങ്കിലും എല്ലാം വീട്ടിനകത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കുറേ നാൾക്ക് ശേഷം പുറത്തിറങ്ങിയെന്നൊരു സന്തോഷം കൂടെ ഉണ്ട്. വിപുലമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ലാതെ തന്നെ നല്ല സേഫായിട്ടും കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അവർ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ഷോപ്പിലും അധികം തിക്കും തിരക്കും ഇല്ലാത്ത രീതിയിലാണ് അവരെല്ലാം മാനേജ് ചെയ്തിരിക്കുന്നത്. ആകെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ നല്ലോണം പാലിക്കുന്നുണ്ട്. ആൾക്കാരെ അങ്ങനെ ഒരു വിട്ട് മാസ്ക് ഒന്നും ധരിക്കാണ്ടിരിക്കില്ല. നമ്മളിപ്പോൾ പറയാൻ വേണ്ടി ഒരു ശരി തന്നെയാണ്. പക്ഷേ എല്ലാവരും നല്ലോണം മാക്സിമം നല്ലോണം പാലിക്കുന്നുണ്ട്. അതൊക്കെ നല്ലോണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. 26 രാജ്യങ്ങളുടെ പവലിയനാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജിലുള്ളത്. അകത്ത് പ്രവേശിക്കാൻ മാസ്ക് നിർബന്ധമാണ്. 600 സ്ഥലങ്ങളിൽ സാനിറ്റൈസേഷന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡിനെ അതിജീവിച്ച് മുന്നേറാനുള്ള പാഠങ്ങൾ കൂടിയാണ് ആഗോള ഗ്രാമം ഈ വർഷം ലോകത്തിന് നൽകുന്നത്. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. സ്പോൺസർമാരുടെ വാശിയും അനിഷ്ടങ്ങളും മൂലം പ്രതിസന്ധി അനുഭവിക്കുന്ന മലയാളികളുടെ കഥകൾ ഏറെയുണ്ടാകാറുണ്ട്. എന്നാൽ വിമാന സർവീസ് അനിശ്ചിതമായി നീണ്ടതിനാൽ മലയാളി തൊഴിലാളിയുടെ വിവാഹം ഇന്നലെ സ്പോൺസർ നടത്തിക്കൊടുത്തു. സ്വന്തം മകനെന്ന പോലെ എല്ലാ ചെലവുകളും വഹിച്ചതും ഭക്ഷണം നൽകിയതും സൗദി കുടുംബമാണ്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ തസ്ലീമിന്റെയും കാടാമ്പുഴ സ്വദേശി അസ്മയുടെയും നിക്കാഹ് വിശേഷങ്ങളാണ് ഇനി. ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദ് എക്സിറ്റ് 30-നും 31-നും ഇടയിലുള്ള സൗദികൾ മാത്രം തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയിലാണ്. ഇവിടെ ഇന്നൊരു കല്യാണം നടക്കാൻ പോവുകയാണ്. കല്യാണത്തിൻ്റെ വധു നാട്ടിലാണെങ്കിലും വരൻ ഈ സൗദിയിലുള്ള മലയാളിയായ പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നത് ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ തൊഴിലുടമ കൂടിയായിട്ടുള്ള സൗദി പൗരനാണ്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മനോഹരമായ നിമിഷത്തിനാണ് ഈ വീട് സാക്ഷ്യം വഹിച്ചത്. മാറിനൊരുങ്ങുന്ന സമയം കൊണ്ട് അക്കഥ ചുരുക്കി പറയാം. മലപ്പുറം വളാഞ്ചേരി സ്വദേശി തസ്ലീം 4 വർഷമായി ഈ വീട്ടിൽ ഹൗസ് ഡ്രൈവറാണ്. 1.5 വർഷം മുമ്പ് നാട്ടിലെത്തിയപ്പോൾ വിവാഹ നിശ്ചയം നടത്തി. കോവിഡ് കാരണം പറഞ്ഞ തീയതിയൊക്കെ തെറ്റി. നാട്ടിൽ പോയാലും മടങ്ങി വരാൻ വിമാനമുണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. അങ്ങനെ നിക്കാഹ് ഓൺലൈനിൽ ഹോട്ടലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. പക്ഷേ സ്പോൺസർ വിലക്കി. കല്യാണപ്പുടവ മുതൽ വേണ്ടതെല്ലാം സൗദി പാസ്പോർട്ട് വിഭാഗം ജീവനക്കാരൻ കൂടിയായ ഫഹദ് സിയാദ് ഹസനൽ മുഫ്തയും കുടുംബവും ഒരുക്കി. പിന്നെ ഓൺലൈൻ വഴി നിക്കാഹ്. കാർമ്മികത്വം വഹിക്കാൻ വധു അസ്മയുടെ പിതാവും ഉസ്താദുമാരും നാട്ടുകാരും. നിങ്ങളുടെ മകൾ അസ്മാ ബി എ
ഈ വിശുദ്ധ ഖുർആനും ഒരു സ്വർണ്ണാഭരണം മഹറിന് പകരം എനിക്ക് വിവാഹം ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്വർണ്ണാഭരണവും വിശുദ്ധ ഖുർആനും മഹറായി നൽകിയിട്ട് തസ്ലീമിൻ്റെ വിവാഹം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തസ്ലീമിനും പറയാനുണ്ടാവും എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഒരു പക്ഷേ അപൂർവമായിരിക്കും. കാരണം ഒരു സ്പോൺസർ മകനെ പോലെ ഒരാളുടെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം. എന്താണ് വിവാഹത്തെക്കുറിച്ച് പറയാൻ, എന്തുകൊണ്ടാണ് നീണ്ടു പോകാനുള്ള കാരണമായത്? രണ്ടാമത്തത് എന്താണ് സ്പോൺസറെ കുറിച്ച് പറയാൻ? നീണ്ടു പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയുടെ കാരണത്താൽ നാട്ടിൽ പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടും, ഇപ്പോൾ നാട്ടിൽ പോയാൽ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് ഇടയ്ക്ക് പോകുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. പക്ഷേ നാട്ടിൽ പോയാൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യവും ഇവിടെ ജോലിൻ്റെ ബുദ്ധിമുട്ടും കാരണങ്ങളായതിനാൽ ഇങ്ങനെ അവരെ ഇപ്പോൾ അവിടെ അബഹയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ ഇന്നലെ രാത്രി പുറപ്പെട്ടെന്ന് രാവിലെ ഇവിടെ എത്തി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഭംഗിയായി കഴിഞ്ഞു. പിന്നെ എൻ്റെ കഫീലിൻ്റെ ഉമ്മ സ്പോൺസർ, അവരെ ഫുൾ സപ്പോർട്ട്. എൻ്റെ മാതാപിതാക്കൾ എന്തൊക്കെ എനിക്ക് ചെയ്തു തരും അതിനെല്ലാ കാര്യങ്ങളും ഇവിടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഭക്ഷണമായാലും എല്ലാ അറേഞ്ച്മെൻറ്റും വസ്ത്രം എല്ലാം അവർ തന്നെ. അവർ നമ്മളെ സ്വന്തം മാതാപിതാക്കൾ എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന, എങ്ങനെ നമ്മളെ വിവാഹവും കാര്യങ്ങളൊക്കെ നടത്തും, അതുപോലെ എല്ലാ കാര്യങ്ങളും എനിക്കവർ ചെയ്തു തന്നിട്ടുണ്ട്. സ്വന്തം സഹോദരനായി തസ്ലീമിനെ കാണുന്ന തൊഴിലുടമ കൂടിയായ സൗദി പൗരൻ നിക്കാഹിന് ശേഷം അവനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ألف ألف مبروك تسليم، أنت أخو الحمد لله زواج، أنت أخو كبير زواج، بقي أخو صغير إن شاء الله زواج ثاني وخلاص الحمد لله. ألف ألف مبروك، إن شاء الله الله يوفقك، إن شاء الله زواج كويس يرتاح، بس 5 سنة 4 سنة ما في يجيب بزور عشان يجي السعودية. എല്ലാം കണ്ടുനിന്ന വധുവിന്റെ പിതാവിനും പെരുത്ത സന്തോഷം. നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വെച്ച് കഴിച്ചു. ഇത്ര ആൾക്കാരെ കൂടെ സഭയിൽ കഴിച്ചിട്ട് വളരെ സന്തോഷിക്കുന്നു. പിന്നെ ഭക്ഷണം. ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഉണ്ണാൻ പഠിപ്പിക്കുന്ന സൗദി ജീവിത മാതൃകയാണിത്. അത് തസ്ലീമിന്റെ വിവാഹ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചു. വയറും മനസ്സും കണ്ണും നിറഞ്ഞ് ഫഹദ് സിയാദ് ഹസനൽ മുഫ്തക്കും കുടുംബത്തിനും പ്രാർത്ഥനകളോടെ എല്ലാവരും മടങ്ങി. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1. കൊച്ചു ഗുരുവായൂരപ്പൻ എന്ന പേരിൽ പ്രവാസി മലയാളികൾ തയ്യാറാക്കിയ സംഗീതോപഹാരം പുറത്തിറങ്ങി. ബഹ്റൈനിലെ ഒരു കൂട്ടം സംഗീത പ്രേമികളാണ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഈ കലോപഹാരം അണിയിച്ചൊരുക്കിയത്. ഗുരുവായൂരപ്പന്റെ ചൈതന്യമോറുന്ന കൊച്ചു ഗുരുവായൂരപ്പ കണ്ണ മുരളീഗാന പ്രിയ. ദൃശ്യഭംഗിയും ആലാപന മികവും കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ബഹ്റൈനിലെ പ്രവാസികളായ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ സംഗീതോപഹാരം. കൊച്ചുഗുരുവായൂർ കൂട്ടായ്മയാണ് ഭക്തിസാന്ദ്രമായ സംഗീത സൃഷ്ടി ഒരുക്കിയത്. പൂർണ്ണമായും ബഹ്റൈനിൽ തന്നെയായിരുന്നു ഗാനത്തിന്റെ ചിത്രീകരണം. വെള്ളിമൂങ്ങ മീഡിയയുടെ ബാനറിൽ അനിൽ പിള്ളയും സതീഷ് ചന്ദ്രനും ചേർന്ന് നിർമ്മാണം നിർവഹിച്ചു. വിനോദ് ആറ്റിങ്ങലാണ് സംവിധാനം ചെയ്തത്. സംഗീതോപഹാരത്തിന് ലഭിക്കുന്ന മികച്ച പിന്തുണയിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ വിനോദ് ആറ്റിങ്ങൽ പറഞ്ഞു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ കൊച്ചു ഗുരുവായൂരപ്പൻ എന്ന മ്യൂസിക്കൽ ആൽബം നിങ്ങളെല്ലാവരും ഏറ്റെടുത്തതിൽ വളരെ സന്തോഷം. അനിൽ നീർവിളാകത്തിൻ്റെതാണ് വരികൾ. ഉണ്ണികൃഷ്ണൻ ഇരിഞ്ഞാലക്കുട സംഗീതവും ആലാപനവും നിർവഹിച്ചു. ആദിത്യ ഗായകനായി വേഷമിട്ടു. ഷിബിൻ പി സിദ്ദീഖിൻ്റെതാണ് സംഗീത സംവിധാനം. ജേക്കബ് ക്രിയേറ്റീവ് ബീസ് ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചു. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ചിത്രകല നൈസർഗികമായി ലഭിക്കുന്ന ഒരു കഴിവാണ്. എന്നാൽ സ്വപ്രയത്നത്താൽ ഇത് പഠിച്ചെടുത്ത് അതിൽ വിസ്മയം തീർക്കുന്നവരുമുണ്ട്. ഖത്തറിൽ പ്രവാസിയായ ബിഫാം വിദ്യാർത്ഥിനി ഷബാന ഈ ലോക്ക്ഡൌൺ കാലത്താണ് ചിത്രകല പഠിച്ചത്. ഇപ്പോൾ ഒരേ സമയം 2 കൈകൾ കൊണ്ടും 1 കാലുകൊണ്ടും ചിത്രം വരയ്ക്കും ഈ പേരാമ്പ്രക്കാരി.
അപ്പോൾ കുറച്ചൊക്കെ ഒരു റെഡിയായ പോലെ വന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വരച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൊരു പേജ് തുടങ്ങിയാൽ. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങി. ഫിലിം സ്റ്റാർസിനെ വരച്ചു. ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിൻ്റെ അന്ന് ഗാന്ധിജീനെ വരച്ചു. കോളംസ് വരച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കും. പിന്നെ ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് വരക്കും, പിന്നെ അത് മാർക്കർ കൊണ്ട് ഫിനിഷ് ചെയ്യും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വീഡിയോസ് കണ്ട് ഈ റൈറ്റ് ഹാൻഡ് കൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും പിന്നെ മൗത്ത് കൊണ്ടും ലെഗ് കൊണ്ടും അങ്ങനെ ഒരുപാട് പിക്ചേഴ്സും വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടൊന്ന് വരച്ച് നോക്കണം. ആദ്യമൊന്നും പറ്റിയില്ല, പിന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് വരച്ച ദുൽഖർ സൽമാനെയും മമ്മൂട്ടീനെയും റൈറ്റ് ലെഫ്റ്റ് ഹാൻഡും വെച്ച് വരച്ചു. പിന്നെ എൻ്റെ കസിന് പറഞ്ഞു, ഫാത്തിമത്ത പറഞ്ഞു, ദുബായിലെ ഡോക്ടറാണ്, അവരെ വരച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കാല് ഉപയോഗിച്ച് വരച്ചു നോക്കി. നന്നായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒക്ടോബർ 2 കുട്ടികൾ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ എന്ത് ഗാന്ധി ജയന്തിക്ക് നിൻ്റെ വക എന്തെങ്കിലും ഒരു വീഡിയോസ് നീ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗാന്ധിജീനെ 2 കൈ കൊണ്ടും 1 കാലുകൊണ്ടും വരക്കാൻ തുടങ്ങി. അപ്പോൾ ഒക്ടോബർ 2 എൻ്റെ ടീച്ചേഴ്സ്മാരെല്ലാം എന്നെ വിളിച്ചിട്ട് വോയിസ് കോൾ ആക്കിയിട്ട് വിളിച്ചിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അന്ന് ഒരുപാട് സന്തോഷമായി. HMഉം എല്ലാവരും എന്നെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. ഖത്തറിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന പേരാമ്പ്ര സ്വദേശികളായ ബഷീർ സുബൈദ ദമ്പതികളുടെ ഇളയ മകളാണ് ഷബാന. നിശ്ചയം കഴിഞ്ഞ് പ്രതിശ്രുത വരന്റെ ചിത്രവും വരച്ചുവെച്ച് വിവാഹത്തിനൊരുങ്ങി നിൽപ്പാണ് ഈ ബിഫാം വിദ്യാർത്ഥിനി. ദോഹയിൽ നിന്നും അഷ്റഫ് കോമശ്ശേരിക്കൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1. ഇനി കാലാവസ്ഥ റിപ്പോർട്ട് നോക്കാം. സൗദിയിൽ മേഘാവൃതമായിരുന്നു കാലാവസ്ഥ. മധ്യ കിഴക്കൻ പ്രവിശ്യകളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ മഴ തുടരും. കുവൈത്തിൽ നാളെ ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും. രാത്രിയിൽ നേരിയ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. UAEയിൽ വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞ് ശക്തമാകും. വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ രാവിലെ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. പ്രധാന നഗരങ്ങളിലെ താപനില. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 19 രൂപ 88 പൈസ, UAE ദിർഹം 20 രൂപ 3 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 48 പൈസ, ഒമാൻ റിയാൽ 193 രൂപ 3 പൈസ, കുവൈറ്റ് ദിനാർ 243 രൂപ 34 പൈസ, ബഹ്റൈൻ ദിനാർ 197 രൂപ 42 പൈസ.